മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. നവീകരണം പൂർത്തിയാക്കിയ പാണ്ടിക്കാട് ടൗൺ വായനശാല കെട്ടിടം നാടിന് സമർപ്പിച്ചു. ET മുഹമ്മദ് ബഷീർ MP കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നവീകരിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി പാണ്ടിയാട് നാരായണൻ നമ്പീശന്റെ നാമകരണമാണ് നവീകരിച്ച ടൗൺ വായനശാല കെട്ടിടത്തിന് നൽകിയിട്ടുള്ളത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയത്തെപ്പറ്റി കേന്ദ്രീകരിക്കേണ്ടി വന്നതുകൊണ്ട് വായന കുറച്ച് കുറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് 2 മണിക്കൂർ 3 മണിക്കൂർ വെറുതെ ഇരിക്കാറാണ്. ആ സമയത്ത് എന്തായാലും ഒരു ബുക്ക് ഞാൻ കൈവശം വെക്കാറുണ്ട്. കാരണം പുസ്തകം അത്രയും നല്ല സംഗതിയാണ്. പുസ്തകം ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ സുമാർ എഴുത്തോട് ഇതൊക്കെ പറഞ്ഞ സംഗതിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ ഏത് പേജിലാണ് അവസാനിപ്പിച്ച് വെച്ചതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ അത് മടക്കി വെക്കാൻ പോകുന്നില്ലെന്നാണ്. കാരണം അഴിക്കോട് പറയുന്നു, ഇങ്ങനെ വെച്ചാൽ പുസ്തകത്തിന് വേദനയാകുമോ എന്നവർക്ക് പേടിയാണ്. പുസ്തകത്തോടുള്ള സ്നേഹം അത്രയ്ക്ക് വലുതാണ്. ആ വിധത്തിൽ അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ, വൈസ് പ്രസിഡന്റ് KK സദക്കത്ത്, സ്ഥിരം സമിതി അധ്യക്ഷരായ V ആയിഷുമ്മ, TK റാബിയത്ത്, P സുനീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം E സുനിൽകുമാർ, കൊരമ്പയിൽ ശങ്കരൻ, V മജീദ്, PH ഷമീം, PR രോഹിൽനാഥ്, KT ഗിരീഷ് ബാബു, P സലീൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, എന്റെ പാണ്ടിക്കാട് കൂട്ടായ്മ ഭാരവാഹികൾ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.